പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പി വത്സലയുടെ ഒരു കഥയാണ്. കഥയുടെ പേര് പച്ചണ്ടിപ്പരിപ്പിൻ്റെ സ്വാദ് എന്നാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം അല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സാഹിത്യകാരിയുടെ വേദനിക്കുന്ന ഓർമ്മകളിലേക്ക് ഇങ്ങനെ മനസ്സ് ചെന്ന് പറ്റുമ്പോൾ നമുക്ക് നെല്ലും ആഗ്നേയവും പൂമൻകൊല്ലിയും ഒക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ കഥ, വളരെ ചെറിയ ഒരു കഥ ആ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. പച്ചണ്ടിപ്പരിപ്പിൻ്റെ സ്വാദ്, പി വത്സല. കർക്കടകമഴയിൽ നനഞ്ഞ കരിയിലച്ചതുപ്പിൽ മുട്ടുകുത്തി, പിന്നെ നിവർന്നെഴുന്നേൽക്കുന്ന ഒരു പറങ്കിമാവിൻ കുരുന്ന്, ഇടയ്ക്ക് പാറി വീണ വിളർത്ത വെയിലിൽ മഞ്ഞിച്ച കവിളുകളിൽ നീണ്ട ചുണ്ടുകൾ ഒരൽപ്പം വിടർത്തി നാവിൻ്റെ തുമ്പു കാട്ടി കോക്കറി കാണിക്കുന്ന ഒരു ചിരി. ഞാൻ വിസ്മയത്തോടെ ഒരൽപ്പം നീറ്റലോടെ അത് നോക്കി നിന്നു. നീയോ രാരിച്ചൻ? രാരിച്ചൻ്റെ മുഖം വിളർത്തിരുന്നു. അവൻ നീട്ടിയ മെലിഞ്ഞ കയ്യുകളിൽ ഉപ്പുകുത്തിയിലയുടെ നനവിൽ 3 കശുവണ്ടിപ്പരിപ്പുകൾ, മുളച്ചു വിടർന്ന പരിപ്പുകൾ. അതിൻ്റെ രുചി തേട്ടി വരുന്നു. ജയന്താ, മേടിച്ചോളൂ, ഇത് പിന്നീട് ഒരിക്കലും കിട്ടില്ല. വരണ്ട പറങ്കേണ്ടിയേക്കാൾ സ്വാദുണ്ട്. എൻ്റെ പേര് ജയന്തി എന്നാണെങ്കിലും രാരിച്ചൻ എന്നെ ജയന്തൻ എന്ന് വിളിച്ചു. തികച്ചും സ്വാഭാവികമായിട്ട് കേട്ടുനിന്ന് കൂടെ കളിക്കുന്ന എൻ്റെ ചെറിയ മാമനും എന്നെ ജയന്തൻ എന്ന് വിളിച്ചു തുടങ്ങി. ഇലപ്പൊതി ഉമ്മറത്ത് ചാരുപടിയുടെ പൂച്ചക്കാലുകൾക്കിടയിലൂടെ തിരുകി എൻ്റെ കയ്യിൽ വെച്ചു തരുമ്പോൾ മുത്തശ്ശി അത് കേട്ട് ചൊടിച്ചു. എന്താ രാരിച്ച, നീ അവളെ പേര് മാറ്റി വിളിക്കുന്നത്? രാരിച്ചൻ തല കുമ്പിട്ടു. അവിടെ നിന്ന് മുറ്റത്തിറങ്ങി. പിന്നെ മെല്ലെ മെല്ലെ പടി ഇറങ്ങിപ്പോയി. അന്ന് ഞങ്ങളുടെ തെക്കേ മതിലിൽ കടലാവണക്കുതറികൾക്കിടയിലെ വേലി ഇളകിയിരുന്നില്ല. എന്നേക്കാൾ 4 വയസ്സിന് മാത്രം മൂപ്പുള്ള എൻ്റെ ചെറിയമ്മാവനും രാരിച്ചനും പിരിയാത്ത കളിക്കൂട്ടുകാരായപ്പോൾ വേലി അവർ 2 പേരും കൂടി ഇളക്കി. ഒരു തറിക്കും അതിനടുത്തതിനും ഇടയിൽ ഒരു വിടവുണ്ടാക്കി. വിടവിനപ്പുറം ഒരു വരണ്ട പറമ്പിൽ 4 കുടപ്പനകൾ ശിരസുരുമി നിൽക്കുന്നതും അതിനു പിന്നാമ്പുറത്ത് ഓലമേഞ്ഞ കാവി പൂശിയ ഒരു മൺകൂര നിൽക്കുന്നതും ഒരു നാൾ ഞാൻ കണ്ടെത്തി. കുടപ്പനകൾ കനത്ത ചിറകുവിരുത്തി കുടിലിനെ മറച്ചിരുന്നു. ഭയങ്കര ഒച്ചയിൽ അവ കുട്ടികളെ പേടിപ്പിച്ചകറ്റി. അവിടെ നിന്നാണ് രാരിച്ചൻ എൻ്റെ ബാല്യത്തിലേക്ക് കടന്നു വന്നിരുന്നത്. തെക്കേ മുറ്റത്ത് വളർന്നുയർന്ന് പന്തലിട്ടു നിൽക്കുന്ന 9 കാപ്പിച്ചെടികൾ ഉണ്ടായിരുന്നു. മരപ്രായം. കീഴെ ചീരുത്തള്ള തൂത്തു തളിച്ചു മിനുക്കിയിട്ടു. രാരിച്ചൻ കൃത്യമായ അകലത്തിൽ അവിടെ ചെറിയ ഇഡലിക്കുഴികൾ ഉണ്ടാക്കി. വെളുത്തുരുണ്ട വലിയ ഗോട്ടികളും സോഡാക്കുപ്പിയുടെ കഴുത്തിലെ വർണ്ണക്കൂട്ടികളും കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, എന്നെയും കോട്ടി കളിക്കാൻ കൂട്ടുമോ? രാരിച്ചൻ എന്നെ നോക്കി അത്ഭുതപ്പെട്ടു. വന്നോട്ടെ അല്ലേ, ജയന്തനും കളിയിൽ ചേർന്നോളൂ. കോട്ടിക്കളിയിൽ ഞാൻ എപ്പോഴും തോറ്റു. എനിക്ക് തീരെ പരിചയമില്ലാത്ത ഒരു കളിയായിരുന്നു അത്, തോന്നിയാസ് കളി. അച്ഛനോ അമ്മയോ കൂടെ ഉണ്ടായിരുന്നില്ല. തോൽവിയുടെ അവസാനത്തിൽ കോട്ടിക്കുഴിയുടെ അരികിൽ മടക്കി വച്ച വിരലുകളുടെ പുറത്ത് ഉന്നം നോക്കി ശിക്ഷ എഴുതി വീഴ്ത്തിയിരുന്നത് ചെറിയമ്മാവനോ രാരിച്ചനോ? ഇപ്പോൾ ഓർക്കുന്നില്ല. കൈവിരൽ ഒരിക്കലും വേദനിച്ചിരുന്നില്ല. തോറ്റാലും കളി തുടർന്നു. ജയന്തൻ തോറ്റേ എന്ന് രാരിച്ചൻ വിളിച്ചു കൂവി. കൂവൽ മുത്തശ്ശിയുടെ ചെവിയിൽ എത്താത്ത പാകത്തിൽ. പക്ഷേ 15 നായും പുലിയും കളിക്കുന്നതിൽ ഞാൻ രാരിച്ചനെ തോൽപ്പിക്കുക തന്നെ ചെയ്തു. അതവൻ പ്രതീക്ഷിച്ചിരിക്കണം. ഒത്ത വലിപ്പമുള്ള 15 നായ്ക്കല്ലുകളും പിന്നെ കൂടുതൽ മുഴുപ്പുള്ള 5 പുലിപ്പല്ലുകളും രാരിച്ചൻ ഭദ്രമായി ഒരളുക്കിൽ സൂക്ഷിച്ചു വെച്ചു. ചെറിയമ്മാവൻ പത്രം വായിക്കാൻ ചാഴക്കടയിൽ പോകുന്ന നേരങ്ങളിൽ നായകളും പുലികളും നിരന്നു നിന്ന് പോരാടി. ഇനി എന്ത് എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് രാരിച്ചൻ ഉദ്ഘോഷിച്ചത്, ഞാനൊരു ലോറി ഡ്രൈവറാകും. എന്തിന്? മൈസൂരിൽ നിന്ന് നിറയെ പഞ്ചസാര ചാക്കുകൾ കയറ്റി കോഴിക്കോട്ട് കൊണ്ടുവന്ന് കരിഞ്ചന്തയിൽ വിൽക്കും. എന്നിട്ടോ പണക്കാരനാവും. അങ്ങനെ എത്ര ആളുകളാണ് ഇവിടെ രാത്രിക്ക് രാത്രി പണക്കാരായിരിക്കുന്നത്? എനിക്ക് വിശ്വാസം വന്നില്ല.
രാരിച്ചനെ പോലെ മെലിഞ്ഞ ദുർബലനായ ഒരുത്തന് ലോറി ഓടിക്കാൻ കഴിയുമോ? കഷ്ടിച്ച് ഒരു സൈക്കിൾ ചവിട്ടി ഉരുട്ടിക്കൊണ്ട് വരാൻ പറ്റിയേക്കും. അവൻ്റെ മോഹം ഒരു ലോറി തന്നെത്താൻ ഉണ്ടാക്കുന്നതിൽ അവസാനിച്ചു. 7ാം ക്ലാസ്സിലെ കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് അവധിയാകയാൽ ചെറിയമ്മാവനും സന്തോഷം. തോപ്പിൽ നിന്ന് 5-6 വാഴക്കണയും കുറെ പച്ചീർക്കിലയും പച്ചനാരുകളും ശേഖരിച്ചു. പിറ്റന്നാളത്തേക്ക് കാത്തിരിക്കാൻ വയ്യ. സ്കെയില് വെച്ച് മുറിച്ചെടുത്ത വാഴക്കണയും നാരും പച്ചീർക്കിലിയുമായി ഞാൻ അവരെ സഹായിച്ചു. പറയുന്ന വട്ടുകൾ എടുത്തു കൊടുക്കുകയേ വേണ്ടൂ. ഉച്ചയൂണിന് മുമ്പ് ലോറിയുടെ ക്യാബിൻ റെഡി. പിന്നെ കരിയർ ഉണ്ടാക്കണം. രണ്ടും കൂടി ഘടിപ്പിക്കണം. ക്യാബിനിൽ നിന്ന് നീണ്ട ബലമുള്ള ഒരു നേർത്ത കമ്പ് മേൽക്കൂര തുളച്ച് ചെരിഞ്ഞു പുറകിലേക്ക് 1.5 വാര തിരിക്കാവുന്ന ഒരു ചക്രം പനനാര് കൊണ്ട് മെടഞ്ഞെടുത്തു. ചെറിയമ്മാവൻ സ്റ്റീൽ പെൻ കൊണ്ട് ഒരു കടലാസു തുണ്ടിൽ എഴുതി, ഫോർഡ്. ആദ്യത്തെ ഓർഡർ ആലിൻ ചുവട്ടിലെ കടയിൽ നിന്ന് ഒരു കെട്ട് പപ്പടം മേടിച്ചു കൊണ്ടുവരാനായിരുന്നു. മുത്തശ്ശിയുടെ വക. 4 നാണ്യം ചെവിക്കുറ്റിയിൽ വെച്ച് ചെറിയമ്മാവനും രാരിച്ചനും വണ്ടി ഓടിച്ചു പോയപ്പോൾ ഞാനും വരണ്. വേണ്ട, അമ്മാവൻ പറഞ്ഞു. നാളെ പഞ്ചസാരയ്ക്ക് ഓർഡർ കിട്ടും. രാരിച്ചൻ പേര് ജയന്തനെന്ന് മാറ്റിയെങ്കിലും സന്ധ്യയ്ക്ക് ഗേറ്റ് കടന്ന് കടയിൽ പോകാൻ എനിക്ക് അനുവാദമില്ല. ഒരു നിക്കറും ഷർട്ടും ധരിച്ചാലോ? ഒന്ന് വേഗം വരീനെൻ്റെ കുട്ടികളെ. മുത്തശ്ശി ഉമ്മറക്കല്ലിൽ ഇറങ്ങി നിന്നു. ഇരുട്ടിലൂടെ ലൈറ്റില്ലാത്ത വണ്ടി നിന്നു. സന്ധ്യാവിളക്കിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ വണ്ടി നിന്നു. അമ്മ ചരക്കിറക്കിക്കോളൂ. ചരക്ക് വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഉപ്പുകുത്തിയില മാത്രം. അത് പൊടിഞ്ഞു കെട്ടിയെന്ന് ആരും. എവിടെ? കവർച്ചക്കാർ കൊണ്ടുപോയിരിക്കും, ഞാൻ പറഞ്ഞു. ഓ എൻ്റെ ഈശ്വരന്മാരെ, കാലുറുപ്പിക വല്ല ധർമ്മക്കാരനും കൊടുത്തിരുന്നെങ്കിൽ. ലോറി ഉടമ രാരിച്ചൻ ചൂളിപ്പോയി. അവൻ സ്പെയർ പാർട്ടുകളാക്കി വണ്ടിയെ അഴിച്ചെടുത്തു. നിനക്ക് കഴിയോ ഒരു വണ്ടി ഉണ്ടാക്കാൻ? അതൊരു വെല്ലുവിളിയായിരുന്നു. 1ാം ക്ലാസ്സിലേക്ക് ചെറിയമ്മാമൻ്റെ കൂടെ യാത്ര ആരംഭിച്ചിട്ട് പാതി വഴിക്ക് അവൻ നിന്നു കളഞ്ഞു. പിന്നെ വഴി മാറി. വഴി പിരിഞ്ഞെങ്കിലും അവർ കൂട്ടുവിട്ടില്ല. പിന്നെ എന്നാണ് അവർ തീർത്തും പിരിഞ്ഞതെന്ന് എനിക്കറിയാനേ കഴിഞ്ഞില്ല. ഒരു ദിവസം വൈകുന്നേരം ഊക്കൻ ഒരു മാവിൻ്റെ കൊമ്പത്ത് ഊഞ്ഞാലിട്ട് അവൻ പറഞ്ഞു, ജയന്ത കയറിയിരിക്കി, ഞാൻ ആട്ടിത്തരാം. ഞാൻ ശങ്കയോടെ അവൻ്റെ മുഖത്ത് നോക്കി. വേണ്ട, തന്നെത്താൻ ആടിക്കോളാം. ഞാൻ നിന്നെ തൊപ്പിയാക്കും. പറ്റില്ല. നോക്കാം. ചക്രവാളത്തിലേക്ക് പറന്നുയരുന്ന ഊഞ്ഞാൽപ്പടിയിലിരുന്ന് എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു. ശ്വാസം തിങ്ങുന്നു. പറയ്, തോറ്റൂന്ന് പറയേ ജയന്ത. പറയില്ല. രാരിച്ചനോട് ഞാൻ തോക്കില്ല. ഒരിക്കൽ ഞാൻ ഇനിയും ഉയരത്തിലാണോ? വീഴുവോ? ഇല്ല. മുറുക്കി പിടിച്ചോട്ടോ. ഒരിക്കൽ പറഞ്ഞാൽ മതി. പിടിച്ചിട്ടുണ്ട്. തെങ്ങോലകൾ കാൽക്കീഴിലേക്ക് ചായുന്നു. പറന്ന് കൈ വേദനിക്കുന്നുണ്ട്. പറഞ്ഞോളോ തോറ്റൂന്ന്. പറഞ്ഞ ഒരൊറ്റ പ്രാവശ്യം. ചുണ്ട് കടിച്ച് ചോരയുടെ പുളി അറിഞ്ഞ നാവ് അനങ്ങുന്നില്ല. കൈത്തലത്തിലെ കുമിള പൊട്ടുന്നു. ആയി, എന്താടാ പോക്രിത്തരം കാണിക്കുന്ന? മുത്തശ്ശിയുടെ ആർപ്പ്. ആകാശം കഷണങ്ങളായി കാൽച്ചോട്ടിൽ. ഊഞ്ഞാലിൻ്റെ നീണ്ട പീച്ചവാലിൽ നിന്ന് രാരിച്ചൻ്റെ കൈകൾ അഴിഞ്ഞു വീഴുന്നത് അറിയുന്നു. എതിരാളി നഷ്ടപ്പെട്ട മൗഢ്യത്തോടെ ആട്ടം തണുത്ത ഊഞ്ഞാലിൽ ഞാൻ തല കുപ്പിട്ടിരിക്കുന്നു. എന്നോടാണ് ജയന്തി അകത്ത് പോയിരിക്കാൻ പറയുന്നത്. മുത്തശ്ശി ഒരിക്കലും ഇല്ലാത്ത ഒച്ചയിൽ ആക്രോശിക്കാൻ ഓങ്ങുന്നു. പക്ഷേ മുത്തശ്ശിക്ക് ഒച്ചയെടുക്കാനുണ്ടോ അറിയുന്നു. തൊണ്ട ഇടറുന്നത് കേട്ട് കൈത്തലത്തിൽ പൊടിഞ്ഞ ചോര കണ്ട് ഞാൻ അകത്ത് കയറിപ്പോയി. അന്ന് രാരിച്ചൻ കളി അവസാനിപ്പിച്ചു. അവൻ പിന്നീട് എന്നെ 15 നായും പുലിയും കളിക്കാൻ വിളിച്ചില്ല. പ്ലാവിൻ കൊമ്പത്ത് ചെറിയൊരു ഊഞ്ഞാലിട്ട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോകും. ചെറിയ ഊഞ്ഞാൽ അവൻ്റെ പ്രതിഷേധത്തിൻ്റെ ചിഹ്നമായിരുന്നു. പിന്നീട് ഒരു നാൾ കുടപ്പനെ ഓലകളെ തല്ലിക്കീറി ഒരു നിലവിളി ഉയർന്നു. ഞാൻ വേലിയുടെ വിടവ് വരെ ഓടിച്ചെന്നു. മുത്തശ്ശി അതും കടന്ന് അവരുടെ പ്രായത്തിൻ്റെ അനുവാദത്തോടെ അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിപ്പോയി. രാരിച്ചൻ്റെ അമ്മ സുന്ദരിമാണിക്കമ്മയും പഴയ കയറും പാളയും കിണറിൻ്റെ ആഴങ്ങളിലേക്ക് കുതിച്ചിരുന്നു. രാരിച്ചൻ്റെ ഏടത്തിയമ്മയാണ് നിലവിളിക്കുന്നത്. രാരിച്ചൻ കിണറ്റിൽ ചാടാനുള്ള ശ്രമത്തിലായിരുന്നു. മുത്തശ്ശി പറഞ്ഞു, ബുദ്ധി കെട്ട ഏക്കൻ, 2 ശവങ്ങളെ ഒന്നിച്ചെടുക്കേണ്ടി വരുമായിരുന്നു. തള്ളയോ പോയി.
മറ്റൊരു നിലവിളിയിൽ രാരിച്ചൻ്റെ അമ്മയുടെ ചിതയടങ്ങുന്നത് ഞാൻ അറിഞ്ഞു. പിന്നെ കുറേ നാളേക്ക് രാരിച്ചൻ വേലി കടന്നു വന്നില്ല. രാത്രി വന്നപ്പോൾ ചെറിയമ്മാവൻ പറഞ്ഞു, പാവമായി പോയി, അവന് അമ്മയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊക്കെ. അമ്മാവൻ പുസ്തകങ്ങളുടെ അടുത്തേക്ക് നടന്നു. പുല കഴിഞ്ഞപ്പോൾ രാരിച്ചൻ വന്നു. മറ്റൊരു രാരിച്ചൻ. നിക്കറും ഷർട്ടുമല്ല, മുണ്ടി, ബട്ടണുകളില്ലാതെ തോർത്തുപോലെ അരയിൽ തിരുകാറുള്ള നിക്കറിന് മീതെ അവൻ അമ്മയുടെ പഴയ മുണ്ടുടുത്തിരിക്കുന്നു. ഇപ്പോൾ അവന് ചെറിയമ്മാവനേക്കാൾ പൊക്കമുണ്ട്. വലിയ ക്ലാസ്സിലെത്തുന്നവരാണ് പൊക്കം വയ്ക്കുന്നതെന്ന് എൻ്റെ ധാരണ അവൻ തിരുത്തി. മുത്തശ്ശി കൊടുത്ത കട്ടൻ കാപ്പിയും ചക്കപ്പുഴുക്കും തിന്ന് അവൻ പറഞ്ഞു, ജയന്തൻ എന്നാ കോളേജിൽ ചേരാൻ പോണത്? വരുന്ന 1-ാം തീയതി. മറക്കുവോ? എനിക്ക് വിസ്മയം. ചിരി. നിന്നെ ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? ഞാനൊന്നും പറഞ്ഞില്ല. കുറുക്കുവഴിക്ക് നടന്നു. വേലിക്കപ്പുറം കടന്ന് വിടവിൽ കമ്പുകൾ കയറ്റി അവൻ കടന്നുപോയി. ഒരിക്കൽ ഹോസ്റ്റലിലെത്തിയ ചെറിയമ്മാവൻ പറഞ്ഞു, രാരിച്ചെന്ന് ആടുവിട്ടു. പിന്നീട് ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു, എന്തിനാ രാരിച്ചെന്ന് ആടുവിട്ടത്? അമ്മ മരിച്ചിട്ടാണോ? ആൺകുട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും കാരണം വേണോ? നാട്ടിൽ നിന്ന് അപ്പപ്പോൾ ഓടിപ്പോയ ചില കുട്ടികളുടെ പേരുകൾ നിരത്തി മുത്തശ്ശി പറഞ്ഞു. മടുക്കുമ്പോൾ തിരിച്ചു വരുന്നവരെ അധികവും. അന്ന് അതിൻ്റെ പൊരുൾ അറിഞ്ഞില്ല. മടുപ്പിൻ്റെ തുടക്കവും ഒടുക്കവും ഒരു പെൺകുട്ടി അറിയുന്നില്ല. അറിഞ്ഞാലും തിരിച്ചറിയുന്നില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം രാരിച്ചൻ പുകച്ചുരുളുകൾക്കിടയിലൂടെ എന്നെ തൊട്ടു. മുത്തശ്ശിയുടെ ചിതയിൽ നിന്ന് നിശ്വാസങ്ങൾ ഉയരുന്നതും അവ കുടപ്പന ഓലകൾക്കിടയിലൂടെ ചവിട്ടിക്കയറി സ്വർഗത്തിലേക്ക് പോകുന്നതും നോക്കി ഞാൻ വീടിൻ്റെ തെക്കേ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. പുകയുടെ മറ നീക്കി എൻ്റെ അകക്കണ്ണുകൾ മുത്തശ്ശിയെ തേടി. മുരയടങ്ങുന്ന മന്ത്രസ്വരത്തിൽ ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. തെക്കേ മുറ്റത്ത് വീടിൻ്റെ കനത്ത നിഴൽ. ഒരു ബൾബുണ്ടായിരുന്നത് ഊരിയെടുത്ത് ആരോ നടക്കലേക്ക് കൊണ്ടുപോയി. ഇരുട്ടിന് തണുപ്പ്. കണ്ണുകളുടെ നീറ്റൽ കുറയുന്നുണ്ട്. ഇനി ഈ വീട്ടിലേക്ക് ഞാൻ വരുമോ എന്ന ചിന്ത എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാപ്പിച്ചെടികൾ വെട്ടി നിരപ്പാക്കിയ വിശാലമായ മുറ്റത്ത് ഉണ്ടായിരുന്ന കോട്ടിക്കുഴികൾ വെറുതെ എൻ്റെ മനസ്സിൽ കുഴിഞ്ഞു. ഇരുട്ടിൽ നിന്ന് ഒരു പഴയ സ്പർശം. ജയന്താ! ഞാൻ ഞെട്ടി. തെങ്ങിൻ്റെ നിഴലിൽ നിന്നാണ്. ഒരു നീണ്ടു മെലിഞ്ഞ നിഴൽ തെങ്ങിൽ നിന്ന് വേർപിരിഞ്ഞ് വെളിച്ചത്തിലൂടെ നീങ്ങി വരുന്നു. ഞാൻ നിഴലിൽ നിന്ന് മാറി വെളിച്ചത്തിൽ നിന്ന് ക്ഷൗരം ചെയ്യാത്ത മുഖക്കാടുകൾക്കിടയിൽ നിന്ന് 2 കണ്ണുകൾ മിന്നുന്നു. നിലാവത്ത് ഒട്ടക്കിണറ്റിലെ വെള്ളം പോലെ. രാരിച്ച നീ? രാരിച്ച നീ? ഞാൻ ഇന്നലെ രാത്രി വണ്ടിക്കെത്തി. വരണമെന്ന് തോന്നി. കള്ളവണ്ടി കയറി. ആരും പിടിച്ചിറക്കില്ല. അല്ലെങ്കിൽ ആരാ എന്നെ യാത്രക്കാരനായി എണ്ണുന്നത്? ജയന്തൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. മുത്തശ്ശിയെയും ജയന്തനെയും കണ്ട്. മുത്തശ്ശി മരിച്ചത് രാരിച്ചനെ എങ്ങനെ തോന്നി. ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നി. അടുത്ത നിമിഷം അവൻ മുഖം തിരിച്ച് ഇറങ്ങി നടന്നു. ആൾക്കൂട്ടം അവനെ വിഴുങ്ങി ഇരുത്തു.